സാംസ്കാരിക നഗരിയെ നടുക്കിക്കൊണ്ട് തൃശൂർ ആനക്കല്ലിൽ വീണ്ടും ഒരു ഗാർഹിക പീഡന മരണവാർത്ത കൂടി. ആനക്കല്ല് തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം കുന്നത്ത് വളപ്പിൽ വീട്ടിൽ ശിവപ്രസാദ് തന്റെ ഭാര്യ ഉണ്ണിമായെ അതിക്രൂരമായി കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തി. വ്യാഴാഴ്ച രാവിലെ 8:30യോടെയാണ് കേരളത്തെ ഒന്നാകെ ഞെട്ടിച്ച ഈ സംഭവം പുറം ലോകം അറിയുന്നത്. വ്യാഴാഴ്ച രാവിലെ 8:30യോടെ ആനക്കല്ലിലെ ശിവപ്രസാദിന്റെ വീട്ടിൽ നിന്ന് ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ടാണ് അയൽവാസികളും സമീപത്തെ കെട്ടിട നിർമ്മാണ തൊഴിലാളികളും ഓടിയെത്തിയത്. ശിവപ്രസാദിന്റെ അമ്മയാണ് മുകളിലെത്തിയ നിലയിലെ കിടപ്പുമുറിയിൽ മരുമകൾ ഉണ്ണിമായെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. വിവരമറിഞ്ഞ നാട്ടുകാർ വീട്ടിലേക്ക് ഓടിക്കയറാൻ ശ്രമിച്ചുവെങ്കിലും ശിവപ്രസാദ് അവരെ തടയാൻ ശ്രമിച്ചതായാണ് ദൃക്സാക്ഷികൾ നൽകുന്ന വിവരം. നാട്ടുകാരുടെ ഇടപെടലിനെ തുടർന്ന് ഉണ്ണിമായെ ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ മരണം സംഭവിച്ചിരുന്നു. നിലവിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. തൃശൂർ ആനക്കല്ലിൽ നടന്ന ദാരുണമായ ഈ കൊലപാതകത്തിന് പിന്നിൽ ദീർഘനാളായി നിലനിന്നിരുന്ന കുടുംബ കലഹങ്ങളാണെന്നാണ് നെടുപുഴ പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. കൊല്ലപ്പെട്ട ഉണ്ണിമായെയും ഭർത്താവ് ശിവപ്രസാദും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നിരന്തരമായ തർക്കങ്ങളിലും വഴക്കുകളിലും ഏർപ്പെടാറുണ്ടായിരുന്നുവെന്നാണ് അയൽവാസികളും പോലീസും സാക്ഷ്യപ്പെടുത്തുന്നത്. സംഭവ ദിവസമായ വ്യാഴാഴ്ച രാവിലെയും ഇരുവരും തമ്മിൽ വീടിനുള്ളിൽ വെച്ച രൂക്ഷമായ വാക്കേറ്റം ഉണ്ടാവുകയും ഇതിനിടയിൽ ഉണ്ടായ കടുത്ത പ്രകോപനത്തെ തുടർന്ന് ശിവപ്രസാദ് ഉണ്ണിമായെ കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കൃത്യം നടത്തിയ ശേഷം വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ തിരച്ചിലിനൊടുവിൽ തൃശൂർ അയ്യന്തോളിൽ വെച്ചാണ് പോലീസ് സാഹസികമായി പിടികൂടിയത്. നിലവിൽ പ്രതി നെടുപുഴ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ മാത്രമേ കൊലപാതകത്തിലേക്ക് നയിച്ച കൃത്യമായ സാഹചര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. ഈ ദാരുണമായ കൊലപാതക വാർത്തയിൽ ഏറ്റവും ഹൃദയഭേദകമായ വശം ഇവരുടെ 4 വയസ്സുകാരിയായ മകൾ നൗറിനെ സംബന്ധിച്ചുള്ളതാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഉണ്ണിമായയുടെ വീട്ടിലായിരുന്നു കുട്ടി താമസിച്ചിരുന്നത് എന്നതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായി നടന്ന ഈ ക്രൂരകൃത്യത്തിന് ആ പിഞ്ചുകുഞ്ഞ് സാക്ഷിയാകേണ്ടി വന്നില്ല എന്നത് ചെറിയൊരു ആശ്വാസമായി കരുതപ്പെടുന്നു. എങ്കിലും തന്റെ തണലായി നിൽക്കേണ്ട അമ്മയുടെ ജീവൻ സ്വന്തം അച്ഛൻ തന്നെ ഇല്ലാതാക്കി എന്ന തിരിച്ചറിവ് ആ കുഞ്ഞിന്റെ ഭാവിയിൽ ഏൽപ്പിക്കുന്ന ആഘാതം വിവരണാതീതമാണ്. സ്നേഹനിധിയായ അമ്മ ഇനി തിരിച്ചു വരില്ലെന്ന യാഥാർത്ഥ്യം ആ 4 വയസ്സുകാരിക്കും എങ്ങനെ മനസ്സിലാക്കി കൊടുക്കുമെന്നോ ആ പിഞ്ചു മനസ്സിൽ ഇനി ഉണ്ടാകാൻ പോകുന്ന ശൂന്യത എങ്ങനെ നികത്തുമെന്നോ അറിയാതെ വിങ്ങുകയാണ് ഉണ്ണിമായയുടെ ബന്ധുക്കളും അയൽവാസികളും. അച്ഛനും അമ്മയും ഒരുപോലെ നഷ്ടപ്പെട്ട ഈ കുഞ്ഞിന്റെ അനാഥത്വം ആ നാട്ടുകാരെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തുന്നു. നെടുപുഴ പോലീസാണ് കേസന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച മാർഗങ്ങളെക്കുറിച്ചും മുൻപ് ഗാർഹിക പീഡനങ്ങൾ നടന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു വരികയാണ്. പ്രതിയെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. തൃശൂർ ആനക്കല്ലിലെ ഉണ്ണിമായയുടെ മരണം കേവലം ഒരു ക്രൈം വാർത്ത എന്നതിലുപരി നമ്മുടെ സമൂഹത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുള്ള ഗാർഹിക പീഡനങ്ങളുടെയും അസഹിഷ്ണുതയുടെയും ഭീകരതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ദമ്പതികൾക്കിടയിൽ ഉണ്ടാകുന്ന നിസ്സാരമെന്ന് കരുതുന്ന തർക്കങ്ങൾ പോലും എങ്ങനെ ഒരു ജീവൻ എടുക്കുന്ന ക്രൂരതയായി മാറുന്നു എന്നത് ഗൗരവകരമായ ചിന്ത ആവശ്യപ്പെടുന്ന ഒന്നാണ്. കൃത്യത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടാൻ കഴിഞ്ഞത് പോലീസിന്റെ കൃത്യമായ ഇടപെടലായി കാണാമെങ്കിലും ശാസ്ത്രീയമായ അന്വേഷണത്തിലൂടെ പ്രതിക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. മാതാപിതാക്കളുടെ സാന്നിധ്യത്തിൽ വളരേണ്ട 4 വയസ്സുകാരി നൗറിന്റെ അനാഥത്വം ഈ സമൂഹത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായി നിലനിൽക്കുന്നു. ഒരു നിമിഷത്തെ പ്രകോപനത്തിൽ അച്ഛനെടുത്ത തീരുമാനം ആ കുഞ്ഞിന്റെ ജീവിതം എന്നേക്കുമായി ഇരുട്ടിൽ ആഴ്ത്തിയിരിക്കുകയാണ്. അയൽപ്പക്കങ്ങളിൽ നിന്നുണ്ടാകുന്ന ഗാർഹിക പീഡന സൂചനകൾ അവഗണിക്കാതെ കൃത്യസമയത്ത് കൗൺസിലിംഗോ നിയമസഹായമോ ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ കൊലപാതകം ഒഴിവാക്കാമായിരുന്നു. ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ബോധവൽക്കരണവും സാമൂഹികമായ ഇടപെടലുകളും അത്യന്താപേക്ഷിതമാണ്. ചുരുക്കത്തിൽ നിയമം കൊണ്ട് മാത്രം പരിഹരിക്കാൻ കഴിയാത്ത ഇത്തരം സാമൂഹിക വിപത്തുകൾക്കെതിരെ കുടുംബങ്ങളും സമൂഹവും ഒരുപോലെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഉണ്ണിമായയുടെ വേർപാട് ഒരു നാടിനെയാകെ നൊമ്പരമായി നിലനിൽക്കുമ്പോൾ തന്നെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചും ഗാർഹിക സമാധാനത്തെക്കുറിച്ചും ഗൗരവമായ ചർച്ചകൾക്ക് ഇത് വഴി തുറക്കേണ്ടതുണ്ട്.